നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞുകൊണ്ട് വന്നത് നമ്മളുടെ പ്രപഞ്ച അനുഭവത്തിൻ്റെ ആ വ്യാപ്തി എത്രമാത്രം ഉണ്ട്. അനന്ത വിശാലമായ പ്രപഞ്ചം, അനന്തമായിട്ട് നീണ്ടുകിടക്കുന്ന പ്രപഞ്ചം എന്നൊക്കെ പറയുമ്പോൾ ആ അനന്തത എന്ന് പറയുന്ന ആ ഒരു അവസ്ഥ, അതിന് എത്രമാത്രം വാസ്തവികമായിട്ടുള്ള പാരമാർത്ഥികമായിട്ടുള്ള അനന്തതയുമായിട്ട് എത്രമാത്രം ബന്ധമുണ്ട് എന്ന് ചിന്തിച്ചു വരിക എന്ന് പറഞ്ഞാൽ നമ്മൾ മനനത്തിലൂടെ അത് കണക്കാക്കാൻ ശ്രമിക്കുമ്പോൾ അവിടെ ഓരോരുത്തരും അനുഭവിക്കുന്ന അനന്തതകളുടെ വ്യത്യാസം ഭയങ്കരമായിട്ടിരിക്കും. ഒരാൾക്ക് ഉള്ളിൽ തോന്നുന്ന അനന്തതയല്ല വേറൊരാൾക്ക് ഉള്ളിൽ തോന്നണത്. 5 വരെ എണ്ണാൻ പഠിച്ചിട്ടുള്ള ഒരു കുട്ടിക്ക്, അല്ലെങ്കിൽ 10 വരെ എണ്ണാൻ പഠിച്ചിട്ടുള്ള ഒരു കുട്ടിക്ക് 10 കഴിഞ്ഞ് മുകളിലേക്കുള്ളതെല്ലാം അനന്ത എണ്ണങ്ങളായിട്ടാണ് തോന്നുക. 10 വരെ മനസ്സിലായിട്ടുണ്ട്. 100 വരെ എണ്ണാൻ പഠിച്ചിട്ടുള്ള ഒരാൾക്കോ 100 കഴിഞ്ഞിട്ട് മുകളിലേക്ക് പോകുമ്പോഴാണ് അനന്തമായിട്ട് വരുന്നത്. അപ്പോൾ ഈ നമ്പറുകളെ പറ്റിയൊക്കെയുള്ള നല്ല ധാരണയുള്ള മറ്റൊരാൾക്ക് അനന്തം എന്ന് പറയുന്ന ആ ഒരു നമ്പറിനെ പറ്റി പറയുമ്പോൾ 1000 പറഞ്ഞാലും 1,00,000 പറഞ്ഞാലും ചിലപ്പോൾ അനന്തമാകണം എന്നില്ല. മനസ്സിലാണ്ട്? അവർക്ക് അപ്പോഴേ ധാരണ വരും. പണ്ട് നമ്മൾ കാക്കശ്ശേരി പട്ടേരിയെ പറ്റി കേട്ടിട്ടുണ്ട്. കുന്നിക്കുരുകൾ ഇങ്ങനെ രണ്ട് കയ്യിലും ഇങ്ങനെ കുന്നിക്കുരുകൾ നിറച്ചെടുത്തിട്ട് ഇങ്ങനെ മേളിലേക്ക് അങ്ങോട്ട് എറിഞ്ഞ് താഴെ വരുമ്പോഴത്തേക്ക് എണ്ണി തീരും എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾക്ക് അതിനെപ്പറ്റി ഒന്ന് ആലോചിച്ച് നോക്കുക. കുന്നിക്കുരു ഇങ്ങനെ കൈക്കുമ്പിളിൽ വാരി എടുത്തിട്ട് മേളിലേക്ക് അങ്ങോട്ട് എറിഞ്ഞിട്ട് എല്ലാം താഴെ എത്തുന്നതിന് മുമ്പ് അവയെല്ലാം എണ്ണി കൃത്യമായിട്ട് തിട്ടപ്പെടുത്തിയിരിക്കും. അപ്പോൾ ആ ധാരണ, നമ്പറുകളെ പറ്റി അദ്ദേഹത്തിനുണ്ടായിരുന്ന ആ ധാരണ, ഒബ്സർവേഷൻ, കാഴ്ചയുടെ ക്ലാരിറ്റി, ഇതെല്ലാം വ്യത്യസ്തമായിരുന്നു. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഒരു 4-5 എടുത്ത് എറിഞ്ഞാൽ തന്നെ സംശയമാകും ഇത് എണ്ണിയോ ഇല്ലയോ എന്നൊക്കെ. അപ്പോൾ നമ്മളുടെ സാധ്യതകളുടെ അപാരത എന്ന് നമ്മൾ പറയുമ്പോൾ ഓരോരുത്തരുടെയും അപാരതയ്ക്ക് ഭയങ്കര വ്യത്യാസമുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ അതിനാണ് ഈ വ്യത്യാസങ്ങൾ എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കുന്ന വിധത്തിൽ ഉള്ളൊരു ശ്ലോകത്തിലാണ് നമ്മളുടെ ശ്രീനാരായണ ഗുരുവിന്റെ ആത്മോപദേശ ശതകം എന്ന് പറഞ്ഞ പുസ്തകത്തിൽ ആദ്യത്തെ ശ്ലോകം നമ്മൾ കഴിഞ്ഞ ദിവസം ഒന്ന് സൂചിപ്പിച്ചായിരുന്നു. അതൊന്ന് നോക്കണം. ഇതൊക്കെ മനസ്സിലാക്കിയാലേ അത് നമുക്ക് ശരിക്ക് എന്താണ് അദ്ദേഹം ഉദ്ദേശിച്ചേക്കുന്നതല്ല, നമ്മളുടെ ഭാരതീയ ശാസ്ത്ര ഋഷിമാര് നമ്മൾക്ക് പകർന്നു തന്നിട്ടുള്ള അറിവിനെ ശങ്കരാചാര്യര് പറഞ്ഞിട്ടുള്ളത് സംസ്കൃതത്തിലാണ്, ശ്രീനാരായണ ഗുരു പറഞ്ഞിട്ടുള്ളത് കുറച്ചുകൂടി മലയാളത്തിലാണ് എന്നൊക്കെയുള്ളൂ. നമ്മളെല്ലാവരും പറയുന്നതെല്ലാം എവിടെ നിന്ന് കിട്ടുന്നതാണ്? നമ്മളുടെ ഈ വൈദിക കാലഘട്ടത്തിലുണ്ടായിരുന്ന അറിവുകളെ അങ്ങ് ഭഗവാൻ കൃഷ്ണനിലൂടെയും ശങ്കരനിലൂടെയും വ്യാസനിലൂടെയും അവസാനം നമ്മുടെ ഭാഷയ്ക്ക് മനസ്സിലാകാവുന്ന വിധത്തിൽ ശ്രീനാരായണ ഗുരുവിലൂടെയും ഒക്കെ നമുക്ക് കിട്ടുകയാണ്. പക്ഷേ അത് മനസ്സിലാക്കണമെങ്കിൽ എന്തു വേണം? ഭാഷാ പാണ്ഡിത്യം മാത്രം പോരാ, നമുക്ക് ശ്രവണ മനന നിധിധ്യാസങ്ങളെല്ലാം വേണം. ശ്രവണം മാത്രം പോരാ, മനനം മാത്രം പോരാ, നിധിധ്യാസം, അത് നിരന്തരമായിട്ട് ഈ മനനത്തിൽ അതിനെ യുക്തി ചേർത്ത് ആ മനനത്തിൽ നമ്മൾ നിരന്തരമായിട്ടുള്ള സാധന
ഇങ്ങനെയൊക്കെ ഉള്ള എല്ലാം ചേർന്ന് വരുമ്പോഴാണ് നമുക്ക് കുറേശ്ശെ നമ്മുടെ മനോബുദ്ധി അഹങ്കാര ചിത്തങ്ങളെ സിങ്ക്രണൈസ് ചെയ്യാൻ നമുക്ക് കഴിയുന്നത്. ആ സിങ്ക്രണൈസേഷനിലാണ് നമ്മളുടെ അറിവ് വരുന്നത്. അപ്പോൾ ഇവിടെ അത് പല വിധത്തിൽ ഒരു കാര്യം തന്നെ പല വിധത്തിൽ പറയുകയാണ് പല കവികളും. കവികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കവിത എഴുതുന്നവൻ കവി എന്നുള്ളതല്ല. കവി എന്ന് ഉദ്ദേശിക്കുന്നത് അറിവിനെ ശരിയായിട്ട് മനസ്സിലാക്കി അറിയുന്ന ആ പാണ്ഡിത്യത്തെ ജ്ഞാനമാക്കി മാറ്റിക്കൊണ്ട് അതിനെ ശരിക്ക് അതിൻ്റെ ആ ഉൾക്കാഴ്ചകളെ അനുഭവിക്കുന്ന വിധത്തിലുള്ളവനെയാണ് കവി എന്ന് പണ്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ ഒരു വാക്കിൽ സൗന്ദര്യം, അതിന് ഗംഭീരത, ആശയ വൈപുല്യം ഇല്ലേ, അതിന് സുന്ദരമായിട്ട് അത് ഓരോരുത്തരുടെയും മനസ്സിൽ തട്ടുന്ന വിധത്തിലുള്ള ആ അലങ്കാരങ്ങളും അതിൻ്റെ വൃത്ത അലങ്കാരങ്ങളിലുമൊക്കെ പ്രാവീണ്യം ഉണ്ടായിരിക്കുക. ഇങ്ങനെ എല്ലാം ചേർന്ന് വരുമ്പോഴാണ് അവിടെ നാട്യവും കൂടി ചേരുമ്പോഴാണ് നാടകം ആയിട്ട്. അപ്പൊ കവിത്വം വേണം. നാടകാന്തം കവിത്വം എന്ന് ഒരു ചൊല്ലുവരെയുണ്ട്. അപ്പം നാടകം അതിനെ ശരിക്ക് ആ ഒരു വിഷ്വലൈസും കൂടി ചെയ്യാൻ കഴിയുമ്പോൾ അത് വളരെ ഗംഭീരമായിരിക്കും, നമ്മുടെ ഉള്ളിലേക്ക് നിൽക്കും. അപ്പം വിഷ്വൽസിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ആദ്യം ശ്രോത്രം, പിന്നെ എന്താണ് അത് വിഷ്വല് ശ്രവണ രീതിയും, പിന്നെ ദർശനത്തിലേക്ക് വരികയാണ്. അപ്പം ഇങ്ങനെയൊക്കെ ഉള്ള വിവിധങ്ങളായിട്ടുള്ള രീതിയിൽ പ്രകടിപ്പിക്കാൻ കഴിയുന്ന ആ പാണ്ഡിത്യം ഉള്ള ആളുകളെ, പാണ്ഡിത്യം ജ്ഞാനമായിട്ട് കൊണ്ടുവരുന്ന ആളുകളെയാണ് കവികൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആ കവി നമ്മളോട് പറയുന്ന കാര്യത്തിന് കേൾക്കുമ്പോഴുള്ള ഒരു അർത്ഥം മാത്രം അല്ല ഉള്ളത്. അത് കേൾക്കുമ്പോഴൊന്ന്, കാണുമ്പോഴൊന്ന്, കേൾക്കുമ്പോഴൊന്ന്, മനനം ചെയ്യുമ്പോൾ മറ്റൊന്ന്, അത് ഉള്ളിലേക്ക് ആവാഹിച്ചു കഴിയുമ്പോൾ വേറൊന്ന്. ഇങ്ങനെ അതിൻ്റെ ആ അർത്ഥതലങ്ങൾ മാറി 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 വരും. മനസ്സിലാണ്ടോ? അവസാനം നാടകം എന്ന് പറഞ്ഞാൽ ഒരു ദൃശ്യകലയാണ്. പക്ഷെ ഇവിടെ എന്താണ് ഉദ്ദേശിച്ചത്? ആ ദർശനം ഉണ്ടാകണം. അതാണ് ഈ അറിവിൽ ഉള്ള ദർശനം. അല്ലാണ്ട് നമ്മൾ സ്റ്റേജിൽ കളിക്കുന്ന നാടകത്തെ അല്ല ഉദ്ദേശിക്കുന്നത്. ഈ കവികളുടെ ഈ ആ വാക്കുകളെ നമ്മൾ അവസാനം ദർശനത്തിലേക്ക് എത്തണം എന്നാണ് പറഞ്ഞത്. നാടകാന്തം, അതിനകത്ത് ഒരു കാവ്യത്തിൽ ഉണ്ടാകുന്ന ആ കാര്യങ്ങളെ നാടകമാക്കണം. ദൃശ്യകല എന്ന് വെച്ചാൽ ദർശനം, അതിനകത്ത് ഒളിഞ്ഞിരിക്കുന്ന ദർശനം നമ്മൾ മനസ്സിലാക്കണം. അത് നമുക്കുണ്ടാകുമ്പോഴാണ് നമ്മളും കവിയായിട്ട് മാറുന്നത്. കവി പണ്ഡിതനിൽ തുടങ്ങി ജ്ഞാനിയിലൂടെ കടന്ന് ദർശനം കിട്ടുമ്പോഴാണ് അത് വേദദൃക്കായിട്ട് ഋഷിയായിട്ട് മാറും എന്നർത്ഥം. അപ്പോൾ ഇവിടെ അങ്ങനെ നമുക്ക് ആ ദർശനം കിട്ടത്തക്ക വിധത്തിലൊന്ന് ആലോചിച്ച് നോക്കാം. ഈ നമ്മൾ കഴിഞ്ഞ ദിവസം ശ്രീനാരായണ ഗുരുവിന്റെ ആ ശ്ലോകം എന്ന് പറഞ്ഞത് ഇന്നൊന്ന് പറയാൻ ശ്രമിക്കാന്ന് പറഞ്ഞു. എന്താണ് അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ? എന്താണ്? അറിവിലുമേറി അറിഞ്ഞിടുന്നവൻ തന്നുരുവിലും ഒത്തുപുറത്തും ഉജ്ജ്വലിക്കും കരുവിന് കണ്ണുകൾ അഞ്ചുമുള്ളടക്കി തെരുതര വീണു വണങ്ങിയോതിടേണം എന്നാണ് എന്താണ് ശ്രീനാരായണ ഗുരുവിന്റെ ആത്മോപദേശ ശതകത്തിലെ ആദ്യത്തെ ശ്ലോകം. അപ്പോൾ അങ്ങനെയാണ് ഇതിനെ സമീപിക്കേണ്ടത്. എന്നാലേ നമ്മളുടെ വേദസാരത്തെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. എന്താണ്? അറിവിലും ഏറിയറിഞ്ഞിടുന്നവൻ. അറിവ് എല്ലാവർക്കും ഉണ്ട്. എങ്ങനെയാണ് നമ്മളുടെ അറിവുകൾ? സാധാരണക്കാരന്റെ അറിവുകൾ എന്താണ്? ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഗ്രഹിക്കുന്നതിനെയാണ് സാധാരണക്കാരൻ അറിവ് എന്ന് പറയുന്നത്. അപ്പോഴാണ് ഇന്ദ്രിയങ്ങൾ കൊണ്ട്
കാണുന്നവനവൻ്റെ കണ്ണിൻ്റെ കാഴ്ചയുടെ പരിമിതിക്കും സ്മെല്ലിൻ്റെ പരിമിതിക്കും രുചിയുടെ പരിമിതിക്കും ഇതെല്ലാം പരിമിതമാണ്. കാഴ്ച എല്ലാവരുടെയും വ്യത്യസ്തപ്പെട്ടിരിക്കും. അതിനാണ് നമുക്ക് കൂടുതൽ നമുക്കത് വ്യത്യസ്തത തിരിച്ചറിയുമ്പോഴാണ് കാഴ്ച കുറവുണ്ടല്ലോ, നമുക്ക് ഡോക്ടറെ എന്ന് കണ്ട് അവിടെ പരിശോധിച്ച് കണ്ണട വയ്ക്കും, ആ കാഴ്ച ഒന്ന് റെക്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ കാഴ്ച എല്ലാവരും. അപ്പം അതുപോലെ തന്നെയാണ് രുചിഭേദങ്ങൾ. രുചി അറിയുന്നതിൽ നമുക്ക് പരിമിതികളുണ്ട്. ടീ ടേസ്റ്റർ എന്ന് പറഞ്ഞൊരു പോസ്റ്റുണ്ട്. നമ്മളുടെ തേയിലയുടെ ടേസ്റ്റ് പറിച്ച് വളരെ വലിയ ശമ്പളം കൊടുത്ത് നിർത്തിയിരിക്കുകയാണ്. അയാൾ ഒരേ ഒരു പണി എന്തെന്നാണ്, ഓരോ ടീ ബ്ലണ്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിനെ ടേസ്റ്റ് ചെയ്ത് നോക്കുക, എന്നിട്ട് ഏതാണ് കൂടുതൽ മാർക്കറ്റബിൾ എന്ന് കണ്ടുപിടിച്ച് കൊടുക്കുന്ന ആളാണ് ടീ ടേസ്റ്റർ. അയാൾക്ക് അപ്പോൾ ആ രുചി അറിയുന്നതിന് ഉള്ള പരിമിതികൾ വെച്ചുകൊണ്ട് അയാളുടെ ആ രുചി അറിയാനുള്ള കഴിവ് വളരെ കൂടുതലായിരിക്കും. വളരെയധികം വ്യത്യസ്തങ്ങളായിട്ടുള്ള രുചികൾ അയാൾക്ക് അറിയാൻ പറ്റും. അയാൾക്ക് കൂടുതൽ ശമ്പളവും കിട്ടും, വളരെ വലിയ ശമ്പളവും കിട്ടും. അപ്പോൾ അതുപോലെയാണ് രുചിക്കാണെങ്കിലും കൊള്ളാം, കണ്ണിനാണെങ്കിലും കൊള്ളാം, കേൾവിക്കാണെങ്കിലും കൊള്ളാം, സ്പർശനത്തിനാണെങ്കിലും എല്ലാത്തിലും വളരെയധികം വ്യത്യസ്തതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഇന്ദ്രിയങ്ങളുടെ കഴിവുകളുടെ ആ പരിധിയാണ് നമുക്ക് നമ്മളുടെ വിശാലമായുള്ള ലോകം. അതാണ് നമ്മളുടെ പ്രപഞ്ച ദർശനം. സാധാരണക്കാരൻ്റെ വ്യാവഹാരികന്റെ പ്രപഞ്ച ദർശനം എന്ന് പറയുന്നത്, അവൻ അനന്തം എന്ന് പറയുന്നത് ഈ ഇന്ദ്രിയ ഗോചരത്വത്തിന്റെ അവരവരുടെ ഇന്ദ്രിയ ഗോചരത്വത്തിന്റെ ലിമിറ്റാണ് അവന്റെ ആ പ്രപഞ്ചത്തിലേക്ക് ലയിക്കുന്നത്. ബാക്കി അപ്പുറത്തേക്ക് മുഴുവൻ അവൻ ആകാശമാണ്. അപ്പോൾ ഓരോരുത്തരെയും ചുറ്റി നിൽക്കുന്ന ആകാശത്തിന് വലിയ വ്യത്യാസമുണ്ട്. ആകാശം തുടങ്ങുന്നത് ചിലർ ചെറിയ ഗോളത്തിലായിരിക്കും, വലിയ ഗോളത്തിലായിരിക്കും, അതിനേക്കാൾ വലുതായിരിക്കും. അപ്പോൾ ഈ ഇന്ദ്രിയങ്ങളിലൂടെ വരുന്നതിൻ്റെ പരിധിയാണ് നമുക്ക് അറിവുകൾ, നമ്മളുടെ ഇന്ദ്രിയ ഗോചരത്വമായിട്ടുള്ള അറിവുകൾ ലയിച്ചില്ലാതാകുന്നത്. അതാണ് അനന്തം എന്ന് നമ്മൾ ഓരോരുത്തരും വിശ്വസിക്കുന്നത്. അപ്പോൾ പക്ഷേ നമ്മളുടെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ റെയിൽവേ ട്രാക്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുമ്പോൾ റെയിൽവേ ലയിച്ച് നമ്മളുടെ കണ്ണുകൊണ്ട് കാണാൻ പാടില്ലാത്ത വിധത്തിൽ ആ പാളം അങ്ങനെ പോവുകയാണ്. പക്ഷെ നമുക്ക് അവിടെ ഉണ്ടെന്നറിയാം. എങ്ങനെയാണ് അത്? നമ്മളുടെ പൂർവാർജിത അനുഭവത്തിൽ നിന്ന് നമ്മൾ അവിടെ ഊഹിക്കുകയാണ്. അങ്ങനെ ഊഹിക്കുന്ന അറിവ് കൊണ്ട് ആ അനന്തതയ്ക്ക് കുറച്ചുകൂടി ദൈർഘ്യം കൊടുക്കും. അത് കഴിഞ്ഞിട്ട് എങ്ങനെയാണ്? യുക്തി കൊണ്ട് നമ്മൾ അനലൈസ് ചെയ്തതും നമ്മൾ യുക്തിമാന്മാരായിട്ടുള്ള ശാസ്ത്രജ്ഞന്മാരെന്ന് നമ്മൾ ധരിക്കുന്നവർ നമ്മളെ മനസ്സിലാക്കിച്ചിട്ടുള്ളതും വെച്ചുകൊണ്ട് അത് കുറെ കൂടി വിശാലമാക്കിയെടുക്കും. എന്നാലും എത്രയൊക്കെ ആയാലും അതിന് ഒരു പരിധിയുണ്ടല്ലോ. അങ്ങനെ വരുമ്പോഴാണ് നമ്മളുടെ ഈ ഇന്ദ്രിയ ഗോചരത്വത്തിൻ്റെയും ഊഹത്തിൻ്റെയും ഭാവനയുടെയും വിശ്വാസത്തിൻ്റെയും ഒക്കെ അനുസരിച്ച് നീട്ടി കൊണ്ടുവന്നാലും ഓരോരുത്തരുടെ അനന്ത വൈശാല്യത്തിന് പരിധിയുണ്ട്. അപ്പോൾ അതാണ് നമ്മുടെ ഓരോരുത്തരുടെ അറിവിൻ്റെ ആ ഇടുങ്ങിയ മേഖല. അത് കഴിഞ്ഞിട്ടോ അറിവിലും ഏറിയറിഞ്ഞിടുന്നവൻ, അതെന്താണ്? അത് നമ്മൾ ഈശ്വരൻ എന്ന ഒരു സങ്കല്പത്തിൽ, നമ്മൾ ഈശ്വരനും ആണെങ്കിലും നമ്മളുടെ ഈശ്വരന് നമ്മളുടെ വിധത്തിലുള്ള പരിമിതികളുണ്ട്. നമ്മളുടെ ഈശ്വരൻ എന്ന് പറഞ്ഞാൽ ഈ പ്രകൃതിയെ, ഈ ഈശത്വം എന്ന് ഞാൻ നിയന്ത്രിക്കുകയാണ്. അപ്പം ആ ഈശ്വരൻ എന്ന് പറയുമ്പോൾ ഇതുമായിട്ട് ബന്ധിച്ചു നിൽക്കാന്ന്, എന്തുമായിട്ട് ബന്ധിച്ചു നിന്നാലും എന്താണ്? ആ ബന്ധിക്കപ്പെട്ടതിന് പരിധിയുണ്ട്, പരിമിതികളുണ്ട്. അതുകൊണ്ട് ഈശ്വരൻ നമ്മളുടെ പ്രപഞ്ച സൃഷ്ടികളുമായിട്ട് അതിനെ നിയന്ത്രിക്കാനായിട്ട് ബന്ധിച്ചു നിൽപ്പുണ്ട് എന്നുണ്ടെങ്കിൽ അതിനും പരിമിതിയുണ്ട്, പരിധിയുണ്ട്, എല്ലാം ഉണ്ട്. അതുകൊണ്ട് നമ്മളുടെ സങ്കല്പത്തിലുള്ള ഈശ്വരൻ
ആ ഈശ്വരനും പരിധി ഉള്ളവൻ തന്നെയാണ്. അതാണ്. അപ്പം പക്ഷെ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ അറിവിലും ഏറിയറിഞ്ഞിടുന്നവനാണ്. പക്ഷെ അവന് നമ്മൾ സങ്കൽപ്പിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ എന്താണ്, അവന് ഒരു ശരീരമുണ്ട് എന്നാണ് പറയുന്നത്. അതാണ് ഒരു. അപ്പൊ അറിവിലും ഏറിയറിഞ്ഞിടുന്നവൻ തന്നെ ഉരുവിലും അവന്റെ ശരീരം. ആ ശരീരം എങ്ങനെയാണ്? നമ്മളുടെ സാങ്കല്പികമായിട്ട് നമ്മൾ ആരോപിച്ചുള്ള അതിലും അതിൻ്റെ അപ്പുറത്തും നിൽക്കുന്ന ഒരു കരുവുണ്ട് എന്ന് പറഞ്ഞാൽ അതാണ് ശരിയായിട്ടുള്ള പാരമാർത്ഥികതയെ അറിയാനുള്ള ഒരു ടൂള്. മനസ്സിലാണ്ട? അതാണ് അറിവിലും ഏറിയറിഞ്ഞിടുന്നവൻ തന്നൂരുവിലും ഓത്ത് പുറത്തും ഉജ്ജ്വലിക്കും കരുവിന്. ആ അവസ്ഥയ്ക്ക് ഇതാണ് അവസ്ഥയെ നമ്മൾ ഉപയോഗിക്കുന്നതിനായിട്ട്. എന്താ വെച്ചാൽ പാരമാർത്ഥികാവസ്ഥ മനസ്സിലാക്കാൻ നമുക്ക് കഴിയണമെങ്കിൽ ഈ ഒരു ഉപയോഗിക്കണം. അതിനെങ്ങനെയാണ്? കണ്ണുകൾ 5 ഉള്ളടക്കി തെരുതര വീണു വണങ്ങിയോതിന്. കണ്ണുകൾ 5 എന്ന് പറഞ്ഞാൽ 5 ഇന്ദ്രിയങ്ങൾ 5 ഉള്ളടക്കി എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങൾ കൊണ്ട് കാണാൻ പറ്റുന്നത് എന്ന് പറഞ്ഞ ഏറ്റവും ചെറിയ അനന്തതയാണ്. അത് കഴിഞ്ഞാലോ ഊഹത്തിലൂടെ ചെല്ലുന്നത് കുറച്ചുകൂടി വലുതാകും, ഭാവനയിലൂടെ ചെല്ലുമ്പോൾ കുറച്ചുകൂടി വലുതാകും. പിന്നെയോ നമ്മളുടെ വേദങ്ങളിൽ നിന്ന് കിട്ടുന്നത് കുറച്ചുകൂടി ഇതാകും. അങ്ങനെ വലുതായി വന്ന് ഈശ്വരനിലേക്ക് നമ്മൾ ആരോപിച്ച് ഈശ്വരന്റെ കാര്യം എടുത്തു കഴിഞ്ഞാലും എന്താണ്, അതിന്റെ അപ്പുറത്തേക്ക് പോകുന്ന, അതിലേക്ക് പോകണമെങ്കിൽ ഈ ഇന്ദ്രിയങ്ങൾ കൊണ്ടുള്ള കെട്ടുപാടുകളിൽ നിന്ന് പൂർണ്ണമായിട്ട് മുക്തി നൽകിയിട്ടുള്ള ഒരു കരുവിനെയാണ് എടുക്കേണ്ടത്. അതിനെ എന്താണ്, ഈ ഇന്ദ്രിയങ്ങളെല്ലാം ഉള്ളടക്കിയിട്ട് തെരുതെര വീണു വണങ്ങി ഓതിടണം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഓതണം എന്ന് പറയുമ്പോൾ എന്താണ്, ഓതുക എന്ന് പറഞ്ഞാൽ പറയുക, പറഞ്ഞു കൊടുക്കുക എന്നൊക്കെയാണ്. അപ്പോഴെന്താണ് അവിടെ ബന്ധം, അവിടെ വ്യാവഹാരികത വന്നു, ഇന്ദ്രിയം വന്നു, എല്ലാം വന്നു. അപ്പോൾ അത് ഇന്ദ്രിയത്തിനെ ആദ്യം ഉള്ളടക്കണം, അത് കഴിഞ്ഞ് ഇന്ദ്രിയത്തിനെ ഉപയോഗിച്ച് ഓതണം എന്ന് പറഞ്ഞാൽ അത് ഋഷിമാര് ചെയ്യുന്ന പണിയാണ്. ദർശിച്ചത് അതാണ്, വേദദൃക്കുകളാണ്. എന്നിട്ടോ വേദങ്ങളെ നമ്മൾ ഓതിക്കൊടുക്കുന്നത്. അപ്പോൾ രണ്ടും 2 ഭാഷയിലാണ്. അപ്പോൾ ഈ 2 ഭാഷയും തിരിച്ചറിഞ്ഞ് അതിനെ നമ്മൾ അതിന്റെ പരിമിതി തിരിച്ചറിഞ്ഞുകൊണ്ട് മനസ്സിലാക്കിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഇത് ശരി എന്ന് പറയേണ്ട കാര്യമില്ല. ഇതിങ്ങനെ അവതരിപ്പിക്കാം, അങ്ങനെ അവതരിപ്പിക്കാം. മനസ്സിലാണ്ടോ എന്താ കാര്യം? അത് ഓരോ കോണ്ടക്സ്റ്റിലും മാറിക്കൊണ്ടിരിക്കുന്ന സത്യങ്ങളാണ് പ്രപഞ്ചം എന്നറിഞ്ഞുകൊണ്ട് ഇന്ദ്രിയങ്ങളുടെ അനുഭവത്തിൽ കടുംപിടുത്തം പിടിക്കാതെ ഇന്ദ്രിയ അനുഭവങ്ങളെ പ്രയോജനപ്പെടുത്തുന്ന രീതിയിൽ സിങ്ക്രണൈസ് ചെയ്ത് അത് മനസ്സിലാക്കിക്കുന്ന ആളാണ് ശരിയായിട്ടുള്ള ഗുരു. അതാണ് ഈ ഋഷിമാരുടെ ആ അറിവിന്റെ പ്രാധാന്യം. ഇന്ന് ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരവും. നമഃശിവായ.